ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജോ ഫിറ്റ്നസ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം മാളിലെ ടറഫിലാണ്. ഇന്ന് നമ്മളൊപ്പം ഉള്ളത് ഒതല്ലോ ചേട്ടനാണ്. പുള്ളി ശംഖുമോഹൻ ഒതല്ലോ ഫിറ്റ്നസിന്റെ ഓണറാണ്. പുള്ളി ഒരു ഫുട്ബോൾ പ്ലെയർ കൂടിയാണ്. പുള്ളി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന അജിലിറ്റി, സ്ട്രെങ്തനിങ് അതുപോലത്തെ വർക്കൗട്ടിലാണ്. പുള്ളി എല്ലാ സാറ്റർഡേയ്സിലും ഈ ടെറഫിൽ കാർഡിയോ, സ്ട്രെങ്തനിങ് ഇതുപോലത്തെ വർക്കൗട്ട് ഔട്ട്ഡോർ സെക്ഷൻ ചെയ്യിക്കുന്നതാണ്. പുള്ളി ഇതിനെക്കുറിച്ചൊക്കെ രണ്ട് വാക്ക് പറയും. പുള്ളിയുടെ ജിമ്മിനെ കുറിച്ചും പുള്ളിൻ്റെ കരിയറിനെ കുറിച്ചൊക്കെ രണ്ട് വാക്ക് പറയുന്നതാണ്. ഒതല്ലോസ് ഫിറ്റ്നസ് തുടങ്ങാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, എപ്പോഴും എൻ്റെ ഒരു പ്രചോദനമായിരുന്നത് ഒരു ഫിറ്റ്നസ്സിനായിട്ട് ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റ് കൊണ്ടുപോകണം. അതായിരുന്നു എൻ്റെ ഒരു മെയിൻ എയിം എന്ന് പറഞ്ഞത്. ഇപ്പോൾ പല ജിമ്മുകൾ നിങ്ങൾക്കറിയാം, പല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒതല്ലോസ് ഫിറ്റ്നസ്സിൻ്റെ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ്. അത് നിങ്ങൾക്ക് ജിമ്മിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് എന്തൊക്കെയാണ് വർക്കൗട്ട് ഡിഫറൻസ്. നമുക്ക് ഔട്ട്ഡോർ പോകുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് വേരിയേഷൻസ് ഉണ്ടാകും വർക്കൗട്ടിൽ. ഇപ്പോൾ മെയിൻ പാർട്ടെന്ന് പറയുന്നത് ഈ ജിമ്മുകളെ അപേക്ഷിച്ച് നമുക്ക് എന്തുകൊണ്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൂടാ. നിങ്ങൾക്ക് ആ ഒതല്ലോസ് ഫിറ്റ്നസിൻ്റെ ഇതെടുത്താൽ തന്നെ അറിയാം, അതിൽ വരുന്ന സ്പോർട്സ് ഹെൽത്ത് ജിമ്മാണ്. വേറെ ഒരു ജിമ്മിലും ഇതുപോലെ വരുന്നില്ല. നമ്മുടെ സ്പെഷ്യാലിറ്റി അത് തന്നെയാണ്. നിങ്ങൾ ഏത് രീതിയിലുള്ള ട്രെയിനിങ് വേണോ ആ രീതിയിലുള്ള ട്രെയിനിങ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പുള്ളിക്കാരൻ സാധാരണ ഫോക്കസ് ചെയ്യുന്നത് എല്ലാവരെയും പോലെ മസിൽ ബിൽഡിങ്ങിലല്ല, അജിലിറ്റി ആൻഡ് സ്ട്രെങ്ത് ആണ്. മെയിനായിട്ട് ഒരു എസ്തെറ്റിക് ഫിറ്റ്നസ് പോലത്തെ വർക്കൗട്ടാണ് പുള്ളി മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവിടെ ജിമ്മിൽ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങിനുള്ള സൗകര്യവുമുണ്ട്, കാർഡിയോ ട്രെയിനിങ്ങിനുള്ള സൗകര്യമുണ്ട്. പുള്ളി ധാരാളം ഫ്രീ സ്പേസ് ഇട്ടിട്ടുണ്ട്. മെയിനായിട്ട് ജിമ്മിൽ തന്നെ കോൺ ഡ്രിൽസും അതുപോലെ തന്നെ ഒരുപാട്
1 year ആയിട്ട് ഞാൻ ഓതുലോസ് ഫിറ്റ്നസ്സിൽ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ എന്താ പറയുക, സാധാ നമ്മൾ ജിം വർക്കൗട്ടാണ് കാര്യമില്ല, ഓതുലോസിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഫിറ്റ്നസ്സാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്പോർട്സ് പേഴ്സൺസിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ആണ് ഇവിടുത്തെ വർക്കൗട്ട്സ്. പിന്നെ അതുപോലെ തന്നെ ഒരു എല്ലാ സാറ്റർഡേയ്സും നമുക്ക് ഔട്ട്ഡോർ ട്രെയിനിങ് ഉണ്ട് ബീച്ചിൽ, പിന്നെ ടർഫിലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറാണ് ഇപ്പോൾ. ലൈക്ക് നമ്മൾ ജിമ്മിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു നല്ലൊരു ആംബിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റും. നമുക്ക് കുറച്ചുകൂടെ നമ്മളെ വർക്കൗട്ടിനേക്കാളും കുറച്ചുകൂടെ പുഷ് ചെയ്യാൻ പറ്റും. കാരണം പാർട്ട്ണർ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പുഷ് ചെയ്യാൻ പറ്റും. വളരെ നല്ല വർക്കൗട്ടായിരുന്നു. സർക്യൂട്ട് ട്രെയിനിങ് ആയിരുന്നു. എന്നൊക്കെ യങ്സ്റ്റേഴ്സാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടതായ കാര്യങ്ങളും എല്ലാം ഔട്ട്ഡോറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജിമ്മിൽ പറയുന്നെങ്കിൽ ജിമ്മും അതേപോലത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് വർക്കൗട്ടാണ് അവിടെയും കിട്ടുന്നത്. അങ്ങനെ എന്താ പറയുക, എന്തുകൊണ്ടും നല്ലൊരു